വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോഴേക്കും പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടാവുമെന്ന് റിപ്പോർട്ട്. ഇത്തവണ വൈകിട്ട് 8 മണിവരെ വന്ന കണക്കുകളിൽ പോലും പോളിംഗ് ശതമാനം 61.45% മാത്രമാണെന്നാണ് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറയുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ നൽകുന്ന സൂചന. അന്തിമ വിവരം ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരം ലഭിക്കണം. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ യഥാക്രമം 66.14%, 66.71% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബംഗാളിൽ പോളിംഗ് ശതമാനം 70 കടന്നിരുന്നു. ബംഗാളിൽ 73%, അസമിൽ 75%, മഹാരാഷ്ട്രയിൽ 54% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ വിവരം വന്നുകഴിഞ്ഞാൽ ഈ കണക്കുകൾ മാറിമറിയാൻ ഇടയുണ്ട്. ഇതുകൂടാതെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നവയിൽ അസം 75.01%, ബീഹാർ 56.50%, ഛത്തീസ്ഗഡ് 66.94%, ഗോവ 74%, ഗുജറാത്ത് 56.19%, കർണാടക 66.75%, മധ്യപ്രദേശ് 62.75%, മഹാരാഷ്ട്ര 53.95%, ഉത്തർപ്രദേശ് 57.03%, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു 65.23% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം പോളിംഗ് കുറയുന്നത് തിരിച്ചടിയേകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടികൾ. ഇന്ന് വോട്ടെടുപ്പ് നടന്ന 93 സീറ്റുകളിൽ കൂടുതൽ BJP ശക്തി കേന്ദ്രങ്ങളിൽ ആയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 എണ്ണവും BJP നേടിയിരുന്നു. അതിൽ 26 എണ്ണം ഗുജറാത്തിൽ നിന്ന് മാത്രമാണ്. കർണാടക, UP, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് വോട്ടെടുപ്പ് നടന്നിരുന്നു. അതിൽ കർണാടക ഉൾപ്പെടെ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ്. എന്നാൽ ആകെ വോട്ടിംഗ് ശതമാനം ഇടിയുന്നത് ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.